എവ്രിവൺ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഹോ ഓപ്പണോപ്പണോ ടെക്നിക് എന്നുള്ളതും അത് നിങ്ങളെ ഓരോരുത്തരെയും എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ എന്നെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ മഞ്ജു സന്തോഷ്, സൈക്കോളജിസ്റ്റ് ആണ്, ലൈഫ് കോച്ച് ആണ്, ഹീലിംഗ് ടച്ച് കൗൺസിലിംഗ് സെന്ററിന്റെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹോ ഓപ്പണോപ്പണോ എന്ന് പറയുന്ന ഈ ടെക്നിക്കാണ്. പേര് കേൾക്കുമ്പോൾ പ്രൊനൗൺസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മാജിക്കൽ റിസൾട്ട്സ് വരുന്ന ഒരു ടെക്നിക്കാണ്. സോ ഈ ഒരു ടെക്നിക്കിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഹ്യൂലൻ എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റിനെ പറ്റി സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഹ്യൂലൻ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലില് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ക്ലിനിക്കില് എന്ത് പറ്റും, ഹോസ്പിറ്റലിൽ എന്താ പറഞ്ഞാൽ ഒരുപാട് മെന്റലി സിക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സ്കിസോഫ്രീനിയ, ബൈപ്പോളർ തുടങ്ങിയ ഒരുപാട് അസുഖങ്ങളുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇവര് സ്വയം ഇവരെ ഹാം ചെയ്യും, മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന ടെൻഡൻസി ഉള്ള ആൾക്കാരായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒന്നും അസുഖം ക്യൂർ ആകാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സൈക്കാട്രിക് പ്രോബ്ലംസ് ഒക്കെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവർ ഭയങ്കരമായിട്ട് സിംറ്റംസ് വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, ഒട്ടും റിക്കവറി ആകുന്ന അവസ്ഥയല്ലായിരുന്നു. അപ്പൊ ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഇവർക്ക് ഒരു പ്രത്യേക തരം ടെക്നിക്, ഒരു ഹീലിംഗ് ടെക്നിക് പ്രാക്ടീസ് ചെയ്യുകയും 6 മാസത്തിനുള്ളിൽ അവിടെയുള്ള ഫുൾ പേഷ്യൻസ് കംപ്ലീറ്റ്ലി ക്യൂർ ആയി ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ഈ ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹ്യൂലൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു ഹോ ഓപ്പണോപ്പണോ ടെക്നിക്കിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഇദ്ദേഹം ഈ ഒരു 6 മാസത്തിൽ ഞാൻ പറഞ്ഞില്ലേ പേഷ്യൻസിനെ കംപ്ലീറ്റ്ലി റിക്കവർ ആയി എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്ദേഹം ECT, ഇവർക്ക് ഇലക്ട്രിക് ഷോക്ക് ഒന്നും കൊടുത്തിട്ടില്ല, മെഡിസിൻസ് കൊടുത്തിട്ടില്ല, ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് ട്രീറ്റ്മെന്റ്സോ കൺവേഴ്സേഷൻസ് ഒന്നും നടത്താതെയാണ് ഇദ്ദേഹം ഈ കംപ്ലീറ്റ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആൻഷ്യന്റ് ആയിട്ടുള്ള ഒരു പൊതുവെ ടെക്നിക്ക് അദ്ദേഹം എടുക്കുകയും അദ്ദേഹം ഇവരിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻസിന്റെ, നമ്മുടെ അഡ്മിറ്റ് ആയിട്ടുള്ള എല്ലാ പേഷ്യൻസിന്റെ കേസ് ഫയൽ എവറി ഡേ എടുത്തിട്ട് ഒരു 4 സ്റ്റേറ്റ്മെന്റ്സ് പർട്ടിക്കുലർ ആളെ വിചാരിച്ചിട്ട് 4 സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ ചാൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മുടെ ഹോപ്നോ ടെക്നിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണെന്നുള്ളത് വഴിയെ നമ്മുടെ വീഡിയോയിൽ മനസ്സിലാക്കും. സോ ഇത് എന്തിനാണ് ബേസിക്കലി, എന്തുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ യൂണിവേഴ്സിലെ നമ്മൾ എല്ലാം ഒരു എനർജിയാണ്. നമ്മൾ എല്ലാവർക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, എല്ലാത്തിനും ഒരു പെർട്ടിക്കുലർ എനർജി ഉണ്ട്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനും ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട് അല്ലെ. ചിലപ്പോൾ ഈ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ എനർജി ലെവലിൽ നമ്മളും എല്ലാവരും, ഈ ലോകത്തുള്ള എല്ലാവരും കണക്റ്റഡ് ആണ് എന്നുള്ളൊരു ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഈ ഹ്യൂലൻ മനസ്സിലാക്കിയതും യൂസ് ചെയ്തതും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള എനർജി, നെഗറ്റീവ് എനർജിയെ ഇത്തരം വേർഡ്സുകൾ കൊണ്ട് അദ്ദേഹം ഹീൽ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു 4 സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സോറി, പ്ലീസ് forgive me, താങ്ക് യു, ഐ ലവ് യു. ഇതാണ് ഈ 4 സ്റ്റേറ്റ്മെന്റ്സ്. ഐ എം സോറി, പ്ലീസ് forgive me, താങ്ക് യു, ഐ ലവ് യു. ഈ 4 സ്റ്റേറ്റ്മെന്റ്സും ഒരു റൗണ്ട് ഒരുമിച്ച് നാലെണ്ണവും പറഞ്ഞു കഴിയുമ്പോഴാണ് ഒരു റൗണ്ട് ആകുന്നത്. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 4 ഏരിയാസ് ഓഫ് ലൈഫിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഹെൽത്ത്, റിലേഷൻഷിപ്പ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ വെൽത്ത്, ഈ 4 മേഖലകളിലും ഹോപ്നോപ്പനോ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കുക ഇങ്ങനെ ടെക്നിക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ 4 സ്റ്റേറ്റ്മെന്റ്സ്: ഐ ആം സോറി, പ്ലീസ് forgive me, താങ്ക് യു, ഐ ലവ് യു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു പേഴ്സണുമായിട്ട്, ഒരു വ്യക്തിയുമായിട്ട് ഒരു കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച ശേഷം നിങ്ങൾ ഈ ഒരു 4 സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഈ 4 സാധനം: ഐ എം സോറി, പ്ലീസ് forgive me, താങ്ക് യു പറഞ്ഞു കഴിയുമ്പോൾ അത് ഒരു റൗണ്ട് ആവുക. നെക്സ്റ്റ് റൗണ്ട് ഐ എം സോറി, പ്ലീസ് forgive me, താങ്ക് യു, ഐ ലവ് യു. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നെക്സ്റ്റ് റൗണ്ട് ആവും. ഇങ്ങനെ 108 പ്രാവശ്യം നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇത് ചാറ്റ് ചെയ്യാനും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളും ആ പേഴ്സണും ഇടയിലുള്ള ഒരു നെഗറ്റീവ് എനർജി റിലീസ് ആയി പോവുകയും ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഇന്റൻസിറ്റി കുറയാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ പറയണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പിൽ മാത്രമല്ല എല്ലാ ഏരിയാസിലും നമ്മൾക്ക് ഹോപ്നോപ്പനോ മാജിക്കൽ ആയിട്ട് റിസൾട്ട്സ് തരുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഹോപ്നോപ്പനോ ടെക്നിക് ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഈ ഒരു 4 സ്റ്റേറ്റ്മെന്റ് സ്റ്റാൻഡ് ചെയ്യുന്ന വഴി നിങ്ങളിൽ നെഗറ്റീവ് എനർജിയും ഇമോഷൻസിനൊക്കെ നമുക്ക് ഇൻസ്റ്റാന്റ് ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇപ്പൊ തന്നെ ഇത് നിങ്ങൾക്ക് എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും നിങ്ങളുടെ കണ്ണുകളൊന്ന് ക്ലോസ് ചെയ്യാം. എല്ലാവരും കണ്ണുകൾ അടച്ച ശേഷം നിങ്ങളുടെ എല്ലാവരുടെയും 2 കൈകളും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കാം. എന്നിട്ട് പറയാം: ഐ ആം സോറി,
Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. അങ്ങനെ നിങ്ങൾക്കിത് ഒന്നെങ്കിൽ ഒരു 11 വട്ടം പറയാം, അല്ലെങ്കിൽ 21 വട്ടം പറയാം, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ 108 പ്രാവശ്യം ഒരു ഡേയിൽ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളും ഈ ഒരു പെർട്ടിക്കുലർ ആളും തമ്മിലുള്ള കോൺഫ്ലിക്ട് വളരെ കൂടുതലാണെങ്കിൽ രാവിലെ 108 ടൈംസും നൈറ്റ് 108 ടൈംസും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ചാൻഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് നിങ്ങളൊരു 11 ടൈംസ് 11 റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്, കൈൻഡ് ഓഫ് റിലാക്സേഷൻ ഫീലിംഗ് ഡെഫിനറ്റ്ലി നിങ്ങൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഹോട്ട് ഗ്രൂപ്പിന്റെ ടെക്നിക് സെപ്പറേറ്റ്ലി എങ്ങനെ ഹെൽത്തിന്, റിലേഷൻഷിപ്പിന്, കരിയറിന്, വെൽത്തിന് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് ഡീറ്റെയിൽ വീഡിയോ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ടുമോറോ അതായത് October 6 സൺഡേ 11 മണിക്ക് നമ്മൾ ഒരു ഫ്രീ ഹീലിംഗ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും നെഗറ്റീവ് ഇമോഷൻസിനെ ഇൻസ്റ്റന്റ് ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. അപ്പം ഈ ഒരു വെബിനാറിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ഫ്രീ സെഷനാണ്. ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ കിടക്കുന്നുണ്ടാവും, സൂം ലിങ്ക്. എല്ലാവരെയും ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്. അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.